നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് വിചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതത്തിൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു മീനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ജന്മസ്ഥിതനായിട്ടുള്ള ശനിയും 4-ലെ വ്യാഴവും രാഹുർ 12-ലും കേതു 6-ലും അടക്കം സ്ഥിതി ചെയ്യുന്നൊരു ഗ്രഹസ്ഥിതിയാണ്, പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതിയും ഇതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്രക്കാർക്ക് 2026 ജനുവരി മാസം എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നോക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. സാമ്പത്തിക കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള തലവേദനകൾ അല്ലെങ്കിൽ മനസ്വസ്ഥത കെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളിൽ ശാശ്വതമായിട്ടോ അല്ലെങ്കിൽ പോലും താൽക്കാലിക പരിഹാരമായിട്ടാണെങ്കിലും കുറച്ചെങ്കിലും ധനം എവിടെ നിന്നെങ്കിലും കടബാധ്യതയായിട്ട് വാങ്ങിച്ചാണെങ്കിലും കൊടുത്തു തീർക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. കേസ് വഴക്കുകൾ സംബന്ധിച്ചുള്ള ശത്രുത ഇല്ലാതാകുന്നതും അല്ലെങ്കിൽ കേസ് വഴക്കുകൾ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നിയമപീഠത്തിൽ നിന്നും നീതിപീഠത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിൻ്റെ തുടക്കം വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അലച്ചിലൊക്കെ ആണെങ്കിലും അവസാനം കാര്യഗുണങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു അധികാരപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസം ലഭ്യമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിലുള്ള പുരോഗതിക്കൊപ്പം വിദേശത്ത് പോയിട്ടുള്ള ഉപരിപഠനം ഒക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്രാ ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് ധനച്ചിലവുകൾ വരുന്ന തരത്തിലേക്ക് ആരോഗ്യഹാനി സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധാപൂർവം വാഹനങ്ങളെ ഉപയോഗിക്കാൻ മാത്രമാണ് നമുക്കിത് സൂചിപ്പിക്കാനുള്ളത്. തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. താമസിക്കുന്ന വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ ഏകദേശം നടക്കുന്നതാണ്. ശത്രുശല്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ ഏതെങ്കിലുമൊക്കെ തലവേദന ഉണ്ടാക്കിയേക്കെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടി ജീവിത വിജയം നേടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി ഈ പൂരുരുട്ടാതി 4-ാം പാദ നക്ഷത്രത്തിനെ സംബന്ധിച്ച് തന്നെ 2026 ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ കുപ്രചരണങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. അതുവഴി മനക്ലേശം ഉണ്ടാകാനിടയുണ്ട്. ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. പ്രവാസ ജീവിതത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഉപരിപഠന വിഷയങ്ങളിലുമൊക്കെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശയാത്ര തരപ്പെടുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ സംബന്ധിച്ച് ചെറിയ ചെറിയ തടസ്സം ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. യാത്രാവേളകളിൽ ദുരിതമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു മനോദുഃഖം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പൂരുരുട്ടാതി 4-ാം പാദക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണെങ്കിലും ഫെബ്രുവരി മാസത്തിൽ കുറച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ എടുത്തുകേട്ടം മുൻകോപം എന്നുള്ള ഒരു നിലപാട് മാറ്റിയിട്ട് ശാന്തതയോടും സമാധാനത്തോടും കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളെ വകതിരിവോടുകൂടെ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച് ചെയ്താൽ മാത്രമേ ഈ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കൂ. അതുപോലെ തന്നെ ചിരിച്ച് കാണിക്കുന്നവരെല്ലാം നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണ വച്ച് പുലർത്താതെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് കുഴി തോണ്ടുന്നവരെ കൂടെ തിരിച്ചറിഞ്ഞു കൊണ്ടുപോകുവാനുള്ള ഒരു പക്വത ആർജിച്ചാൽ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പൂരുരുട്ടാതി 4-ാം പാദക്കാരെ മീനക്കൂറുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രജാതരെ സംബന്ധിച്ച് 2026 ജനുവരി മാസം എന്ന് പറയുന്നത് പ്രവാസ ജീവിതത്തിന് പറ്റിയ ഒരു കാലഘട്ടമാണ്. പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അത് തൊഴിലിനാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിനാണെങ്കിലും
പ്രവർത്തിച്ചാൽ പരിശ്രമിച്ചാൽ നടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവുകളെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒറ്റപ്പെടൽ ഈ കാലഘട്ടത്തിൽ തോന്നാനിടയുണ്ട്. വീട് മാറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ നടക്കുന്നതാണ്. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ നടക്കാനിടയുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ വിട്ട് കളയുന്നുവെങ്കിൽ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ വേണം. പുതിയൊരു തൊഴിൽ കിട്ടിയാൽ പോലും അതിൽ പിടിച്ചു നിൽക്കുവാനുള്ള സാഹചര്യം തന്നെ കുറച്ച് കാലത്തിനുള്ളിലേ അത് ലഭിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും നിൽക്കേണ്ടി വരുമെന്നൊരു ബോധം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. സ്ഥാനമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിശബ്ദ ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങളോ കുത്തിത്തിരിപ്പുകളോ ഉണ്ടായേക്കാം. അതുവഴി മനക്ലേശത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാ ദുരിതം ഉണ്ടാവാതിരിക്കാൻ യാത്രാവേളകളിൽ പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നവർ അശ്രദ്ധയോടുകൂടെ അലസതയോടുകൂടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അപകട സാധ്യത കാണുന്നുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട ശാരീരികമായിട്ട് ചെറിയ ചെറിയ അലോസരങ്ങളും മനോദുഃഖം ഉണ്ടാക്കിയേക്കാം. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഏകദേശം വിജയിക്കുന്നതാണെങ്കിലും എല്ലാത്തിലും ഒരു ദൗർഭാഗ്യം നിഴലിക്കുന്നത് പോലെ തോന്നാം. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്. കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചിതരായി കാര്യങ്ങൾ ഗുണപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. ഉത്രട്ടാതി നക്ഷത്രയാത്രയുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചാൽ ശത്രുവിജയം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അവയിൽ ശത്രുവിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി ചെന്നാൽ പോലും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളെ വാഗ്ദാനം ചെയ്യാവുള്ളൂ. നമ്മുടെ കയ്യിലില്ലാത്തതിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറഞ്ഞ് പിന്നെ അത് നടത്തി കൊടുക്കാൻ പറ്റാതെ അവമാനത്തിലാകരുത്. ഏതെങ്കിലും തരത്തിലുള്ള രോഗവിമുക്തി ഉണ്ടാകുന്നതാണ്. രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അധികാരപ്രാപ്തിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫെബ്രുവരി മാസത്തിലാണെങ്കിലും സ്ഥാനഭ്രംശം, ശത്രുശല്യം, മനക്ലേശം, ആപത്ത്, പ്രവാസം, യാത്രാദുരിതം, വാഹനനഷ്ടം, അപകടം, മാതൃദുഃഖം, ദൗർഭാഗ്യം തുടങ്ങിയിട്ടുള്ള ഫലങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ജന്മശനിയാണ്. നല്ലൊരു രോഗം അത്ര ഗുണകരമായിരിക്കില്ല. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും 2026 ജനുവരി മാസത്തിലെ ഫലം പറഞ്ഞാൽ സ്ഥാനഭ്രംശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശത്രുശല്യം ഉണ്ടായേക്കാം. മനക്ലേശത്തിനിടയാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പോലും കടബാധ്യത തീർക്കുവാനും ശത്രുവിജയം നേടുവാനും കാര്യഗുണത്തിലേക്ക് എത്തിച്ചേരുവാനൊക്കെ സാധിക്കും. സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാനായിട്ട് പറ്റും. അതുപോലെ രോഗവിമുക്തി ഉണ്ടാകുന്നതാണ്. അധികാരപ്രാപ്തിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. ഇത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവർക്ക് ഏകദേശം ഫലങ്ങൾ ഒരുപോലെയാണ് വരാനിടയുള്ളത്. രേവതി നക്ഷത്രക്കാരുടെ 2026 ഫെബ്രുവരി മാസം എടുത്താലും കടബാധയിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക, ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുക, ഏത് കാര്യത്തിനും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക, രോഗവിമുക്തിയിലേക്ക് നയിക്കപ്പെടുക, അധികാരപ്രാപ്തി ലഭിക്കുക, ഇതോടൊപ്പം തന്നെ പ്രണയ വിഷയങ്ങളിൽ ചാഞ്ചാട്ടം ഉണ്ടാകുക, സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അകപ്പെട്ടു പോവുക, പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യം വിജയിക്കുക, ദുർവ്യയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിലേക്കാണ് ഈ ഫലങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഇനി മീനക്കൂറുകാരുടെ പൊതുഫലത്തെക്കുറിച്ച് പറഞ്ഞാൽ മീനക്കൂറുകാർക്ക് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉണ്ടാകാനിടയുള്ള പൊതുഫലത്തെക്കുറിച്ച് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് പൂരോട്ടാതി 4-ാം പാദക്കാരും ഉത്രട്ടാതിക്കാരും രേവതിക്കാരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പ്രവാസ ജീവിതത്തിന് താല്പര്യപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്ത് തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും നിങ്ങളെ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ കോടീശ്വരനാക്കാം അല്ലെ കോടീശ്വരിയാക്കാം എന്ന് പറഞ്ഞാൽ പോലും പാപകർമ്മങ്ങളാകുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ. ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടായാലും ഏത് തരത്തിലുള്ള ഭീഷണികളുണ്ടായാലും ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കൊടുക്കരുത്. കാരണം ആ പാപകർമ്മമായിരിക്കും നിങ്ങളെ ഈ ഉള്ള ശനിദോഷകാലത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കാനിടയുള്ളത്. അത്തരം പാപകർമ്മങ്ങളിൽ പെടാതെ നിന്നാൽ
വലിയ പീഡനങ്ങൾ വെക്കാതെ ശനിദോഷകാലത്ത് നമുക്ക് ഒരു പരിധിവരെ സേവ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ശനി ശ്രമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപകർമ്മങ്ങളിലേക്ക് നമ്മളെ ആരെങ്കിലും ധനം കാട്ടിയോ സ്ഥാനമാനങ്ങൾ കാട്ടിയോ സ്ഥാനക്കയറ്റം കാട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താൽക്കാലിക ലാഭം കാട്ടിയോ പ്രലോഭിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും എനിക്ക് വേണ്ട. കാരണം അതൊന്നും എനിക്ക് ലഭിച്ചാൽ സ്ഥിരമായിട്ടുള്ള ഐശ്വര്യമല്ല, ഒരു കാരണവശാലും എനിക്ക് വേണ്ട, എനിക്ക് എന്നെ വിറ്റ് തിന്നുന്ന പണം വേണ്ട എന്ന രീതിയിൽ ഒരു ശക്തമായ നിലപാടെടുത്ത് പോയാൽ ഈ ശനിദോഷ കാലത്ത് അല്ലെങ്കിൽ ജന്മശനിയുടെ കാലത്ത് നമുക്ക് ഒരു ഏഴരശനിയുടെ തലത്തിലൂടെ കടന്നു പോകുന്നതേ. അപ്പം വിവിധ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള പാപമംഗലമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ, സദാചാര വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ, മോഷണം ചെയ്യുവാൻ, തട്ടിപ്പ് ചെയ്യുവാൻ, ആരെങ്കിലും കബളിപ്പിക്കുന്നത് ചെയ്യുവാൻ, ആരെങ്കിലും ഇല്ലാതാക്കുന്നത് ചെയ്യുവാൻ, ആരുടെയെങ്കിലും പാതിവൃത്തം നശിപ്പിക്കുന്നത് ചെയ്യുവാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തൽസ്വഭാവം നശിപ്പിക്കുന്നത് ചെയ്യുവാൻ, ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ നമ്മളിലേക്കുള്ള സ്വാധീനം വന്നാൽ അതിലകപ്പെടാതെ നമ്മളെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടും നമ്മൾ എടുക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാത്ത വിധം നമ്മളെ തന്നെ കാത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ശനിദോഷം വലിയ രീതിയിൽ ബാധിക്കുകയില്ല. ശനിദോഷം വലിയ രീതിയിൽ ബാധിക്കുകയില്ല എങ്കിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ശത്രുശല്യം, മനക്ലേശം, അപകടം, മാതൃദുഃഖം, ദൗർഭാഗ്യം, പ്രവാസം, ദുർവ്യയം, വിരഹം, ഗ്രഹമാറ്റം, തൊഴിൽ മാറ്റം, ഈ പറയുന്ന ദോഷഫലങ്ങൾക്കൊക്കെ മാറ്റം വരും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടെ അവനവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ നശിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരുവിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രതികൂല ഫലങ്ങളും വരുന്നതല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള വേണ്ടാത്ത പണികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്നെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മൾ ഇപ്പോഴേ ഈ അവസരം വിനിയോഗിച്ചാൽ ശനീശ്വരൻ്റെ വരുന്നാളുകളിലെ കൊടിയ പീഡനത്തിൽ നമ്മൾ അകപ്പെടാതെ പോകാൻ സാധിക്കുമെന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അസ്തമയശേഷം നീരാജനം സമർപ്പിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, രാഹുൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.